SSCGL റിക്രൂട്ട്മെൻറ്റ് 2024 ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനാണ് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. 17,777 ഒഴിവുകളാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ssc.government.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. 2024 ജൂൺ 24 മുതൽ ജൂലൈ 24 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. 35,400 മുതൽ 1,12,400 രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭിക്കാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്ന പോസ്റ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുക. അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ തുടങ്ങി സെക്ഷൻ ഓഫീസർ, പേ ലെവൽ 7, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, പേ ലെവൽ 7, ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ്, ഇൻസ്പെക്ടർ പ്രിവെൻറ്റീവ് ഓഫീസർ, ഇൻസ്പെക്ടർ എക്സാമിനർ, അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ, ഇങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കാണ് ഇപ്പോൾ ജോലി ഒഴിവ് ക്ഷണിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഓഡിറ്റ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിലേക്ക്, ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക്, മിനിസ്ട്രി ഓഫ് റെയിൽവേ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, AFHQ, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതർ മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ഓർഗനൈസേഷനിലേക്ക് വിളിച്ചിരിക്കുന്നു. CBDT വിളിച്ചിരിക്കുന്നു, CBIC വിളിച്ചിരിക്കുന്നു, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂയിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് B പോസ്റ്റുകളിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. സെൻട്രൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷനിലേക്ക് വിളിച്ചിരിക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഓഫീസ് അണ്ടർ CNAG, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA വിളിച്ചിരിക്കുന്നു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ MHA വിളിച്ചിരിക്കുന്നു. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഓഫീസേഴ്സ് അണ്ടർ CNAG, ഓഫീസേഴ്സ് അണ്ടർ CGDA, അതർ മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഓഫീസേഴ്സ് അണ്ടർ CNAG, കൺട്രോൾ ജനറൽ ഓഫ് അക്കൗണ്ട്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ, സെൻട്രൽ ഗവൺമെൻറ് ഓഫീസേഴ്സ് ഓർ മിനിസ്ട്രീസ് അതർ ദാൻ CS കാഡ്രസ്, മിലിറ്ററി എഞ്ചിനീയേഴ്സ് സർവീസസ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് തുടങ്ങി ജനറൽ ബോർഡ് റോഡ് ഓർഗനൈസേഷൻ, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് A എന്നിങ്ങനെ ക്ലാസിഫിക്കേഷൻസ് ഓഫ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ ഏജ് ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഒരു ഡിഗ്രി ഉള്ള ഒരാൾക്ക് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ JSOയിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രം മതി. 60% മാർക്ക് മാത്തമാറ്റിക്സിന് 12ാം ക്ലാസ് പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതർ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പൈലർ പോസ്റ്റിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് പറയുന്നത്. വിത്ത് എക്കണോമിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്തമാറ്റിക്സ് ആസ് കമ്പൽസറി ഓർ എലക്റ്റീവ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ അതർ പോസ്റ്റിന് വെറും ബിരുദം മാത്രം മതി. വെറും ബിരുദമുള്ള ഏതൊരാൾക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർക്കാണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ യൂണിവേഴ്സിറ്റി. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞ CA or CS, MPA, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ഓർ മാസ്റ്റേഴ്സ് ഇൻ കൊമേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് സ്റ്റഡീസ് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ഒഴിവ് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. SC, ST, വുമൺ, PWD, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് ഫീസുകളൊന്നും തന്നെ ഇല്ല. ബാക്കി ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് പറയുന്നത്. വലിയൊരു ഒഴിവ് തന്നെയാണ് ഇപ്പോൾ SSC CGL വിളിച്ചിരിക്കുന്നത്. ഇതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ആപ്ലിക്കേഷൻ അയക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്. ഈ വിവരങ്ങളൊന്നും എത്തിച്ചേരാത്ത കൂട്ടുകാരിലേക്ക് നിങ്ങളുടെ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കുക, അവർക്കതൊരു ഉപകാരമാവും. താങ്ക് യു സോ മച്ച്.